ഈ വീടാണ്. Yes, coming. ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ ഡോക്ടർ രാഖയാണ്, പുല്ലൂരാൻ പാറയിൽ നിന്ന് വരികയാണ്. വരൂ, ഇരിക്കൂ. താങ്ക് യു. പുല്ലൂരാൻ പാറയിൽ നിന്നും ഇത്ര ദൂരം എന്നെ അന്വേഷിച്ച് വരുവാനുള്ള കാരണം? സാറ് ഓർക്കുന്നില്ലേ, എൻ്റെ 8th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള പഠനത്തിനും നല്ല ഹയർ എഡ്യൂക്കേഷനും ഒക്കെ സാറാണ് സഹായിച്ചിരുന്നത്. ഓർക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, പഠിക്കാൻ സമർത്ഥരും എന്നാൽ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത മാതാപിതാക്കളുടെ മക്കളെയൊക്കെ ഒരുപാട് പേരെ കുട്ടിയെപ്പോലെ തന്നെ ഞാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് കുട്ടി. പലരും എന്നെ തേടി വരാറില്ല, എന്നാൽ ചിലരൊക്കെ തേടി വരാറുണ്ട്. ഈ പോസ്റ്റിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. എങ്കിലും പുല്ലൂരാൻ പാറയിൽ നിന്നും ഇത്ര ദൂരം എന്നെ തേടി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ സ്പോൺസർ ചെയ്ത ഒരു കുട്ടി, സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ച ഒരു കുട്ടി ഡോക്ടറായതിൽ അങ്ങേറ്റം ഞാൻ ആഹ്ലാദിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. പിന്നെ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നിന്നും ലീവിന് വന്ന സമയത്ത് പഴയ കണ്ണന്മാരെ തേടി പുല്ലൂരാൻ പാറയിൽ നിന്ന് എത്ര ദൂരം സന്തോഷമുണ്ട്. മാസ്റ്റർ പിന്നെന്താണ് പുല്ലൂരാൻ പാറയിൽ നിന്ന് ഇത്രയും മാറി ഒന്ന് താമസിക്കുന്നതിൻ്റെ കാരണം? അതൊരു വലിയ കഥയാണ് കുട്ടി. പുല്ലൂരാൻ പാറയിൽ നിലവും പുരയിടവും ഒക്കെയായി വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ മരിച്ചതോടുകൂടി എൻ്റെ മക്കൾക്ക് എന്നിലൊരു അവിശ്വാസം തോന്നിത്തുടങ്ങി. കണ്ണൻ മാഷ് വീണ്ടും വിവാഹിതനാകുമോ, ഈ സ്വത്തുക്കൾക്കൊക്കെ വേറെ ആരെങ്കിലും അവകാശികളുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയത്താൽ അവർ വീതം ആവശ്യപ്പെട്ടു. രണ്ടുപേർക്കും തത്തുല്യമായി വീതം കൊടുത്തു. അവരുടെ ഭാര്യമാരുടെ നിർദ്ദേശപ്രകാരം അവരതൊക്കെ വിറ്റ് കാശാക്കി UK-യിലും US-ലും ഒക്കെ ആയിപ്പോയി സെറ്റിലായി. ഒടുവിൽ ഒന്നുമില്ലാത്ത കണ്ണൻ മാഷ് തെരുവിലേക്ക് ഇറങ്ങി. ശരണാലയത്തിൽ അഭയം പ്രാപിച്ചുള്ളൂ എന്നാണ് എൻ്റെ മക്കൾ പറഞ്ഞത്. വൃദ്ധർക്ക് ഇനിയും അവിടെ വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതിനാൽ അവിടേക്ക് മാറി താമസിച്ചുള്ള ഇടയ്ക്ക് വരാം, കാണാം. പക്ഷേ കണ്ണൻ മാഷെ മനസ്സിലാക്കാൻ കണ്ണൻ മാഷയുടെ മക്കൾക്ക് കഴിഞ്ഞില്ല. എല്ലാം തീർന്നു, എല്ലാം നശിച്ചു എന്നൊക്കെ എൻ്റെ മക്കൾ കരുതിയപ്പോഴും എൻ്റെ ഭാര്യയുടെ ഉപദേശപ്രകാരം ഞാൻ ചേർത്ത് വച്ചിരുന്ന
എൻ്റെ റിട്ടയർമെൻറ്റ് കാശ്, ഒരു LIC. ഈ പണമെല്ലാം മക്കളെ കാണിക്കാതെ പാത്തു സൂക്ഷിക്കണം എന്ന് എൻ്റെ ഭാര്യ ഉപദേശിച്ചു. അന്ന് ഭാര്യയോടൊരു ചെറിയ നീരസം തോന്നി. സ്വന്തം മക്കളെ എന്തിനു മറച്ചു വെക്കണം? പക്ഷെ ഇപ്പോൾ തോന്നുന്നു എന്നേക്കാളേറെ ദീർഘദൃഷ്ടിയുള്ള ഒരാളായിരുന്നു എൻ്റെ ഭാര്യ. അവളുടെ ഉപദേശപ്രകാരം ഞാൻ മാറ്റിവെച്ചിരുന്ന പൈസ കൊണ്ടാണ് കുട്ടി ഈ വീട് വാങ്ങി ചെറിയ സൗകര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങിയത്. അപ്പം മുമ്പോട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള മാസ്റ്ററിന്റെ പ്ലാൻ എന്താണ്? വാർദ്ധക്യത്തിൽ എന്ത് പ്ലാൻ കുട്ടി? മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പ്ലാനുമില്ല. പാടവും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊത്തിക്കളച്ച് നട്ടു നനച്ച് വിളവെടുത്ത് അങ്ങനെ സന്തോഷിക്കാമായിരുന്നു. ഇടുങ്ങിയ ഈ സ്ഥലത്തിനകത്ത്, ഈ ചെറിയ വീട്ടിൽ എത്ര കാലം ആയുസുണ്ടോ അത്ര കാലം തള്ളി നിൽക്കുക. ഇവിടെ 6 വർഷക്കാലമായി എൻ്റെ മക്കൾ എന്നെ വിട്ടു പിരിഞ്ഞു പോയിട്ട് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരാം എന്ന് എനിക്ക് വാക്കുകളുണ്ടാവുന്നു. വർഷമാറായി. അവരെവിടെയുണ്ട്, ഞാനുണ്ടോ, ഞാൻ എവിടെയുണ്ട് എന്നൊന്നും തിരക്കാറില്ല. പിന്നെ പാടത്തും പറമ്പിലുമൊക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഉത്തമ അവൻ്റെ മകൻ റോഡിലൂടെ നടന്നു പോകുന്നതിന് വിളിച്ചവരുടെ കൊച്ചു കുട്ടികളിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളെല്ലാം തിരക്കി അറിഞ്ഞു. ഇനി മാഷ് വേറെ എങ്ങും പോകണ്ട, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ താമസിപ്പിച്ചു. അവന് പറഞ്ഞില്ല കണ്ണൻ മാഷിൻ്റെ ഭാര്യ, കണ്ണൻ മാഷിൻ്റെ ഭാവിയിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകും എന്ന് കരുതി ഒരു നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഈ വീട് ഞാൻ വാങ്ങി. എൻ്റെ കാലശേഷം പിതാവിന് ഇന്നും അവനും അവൻ്റെ ഭാര്യയും, അതായത് എൻ്റെ മകനും മകൻ്റെ ഭാര്യയുമായിട്ടാണ് ഞാൻ അവരെ കരുതുന്നത്. വെച്ചനത്തിൽ തരാറുണ്ട്, ഞാൻ കഴിക്കാറുണ്ട്. സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കഥകൾ എഴുതാറുണ്ട്. കൊച്ചു കുട്ടികൾ വരും സംശയങ്ങൾ ചോദിക്കാൻ. അവരുടെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുത്ത് സന്തോഷമായി. ട്യൂഷൻ ക്ലാസ്സൊന്നുമല്ല, വെറുതെ ഈ ഉമ്മറത്തിരുന്ന് കുട്ടികൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാൻ സന്തോഷമായി. യാത്രയുടെ അവസാനം ഉറ്റവരെയും ഉടയവരെയും അതിൽ കണ്ടുകൊണ്ട് ശേഷിക്കുന്ന ഈ ചെറിയ സ്വത്ത് അവരെ ഏൽപ്പിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞു പോകണം, അത്രമാത്രം. അതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾക്ക് വരുന്നതിൽ സന്തോഷം. വന്ന് കാണുമ്പോൾ കണ്ണൻ മാഷ് മുൻപ് ചെയ്ത ആ സുഹൃത്തത്തെ ഓർത്ത് നമുക്ക് ഒരുപാട് സന്തോഷിക്കാറുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും സ്വന്തം മക്കൾക്ക് എല്ലാം കാഴ്ചവെക്കാതെ നിങ്ങളുടെ അവസാന തീയതി വരെ നിങ്ങൾക്കൊരു കരുതൽ എന്നും മാറ്റിവെച്ചില്ല. ഇനിയൊരു കണ്ണൻ മാഷ് ഭൂമിയിലുണ്ടാകാൻ പാടില്ല. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും സത്യമല്ലേ?